പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് കുണ്ടലിനി യോഗശാസ്ത്രത്തെപ്പറ്റി ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം ധാരാളം പേര് ഫോണിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ചോദിക്കാറുണ്ട്, ഈ കുണ്ടലിനി ശക്തി എന്താണ്, അല്ലെങ്കിൽ കുണ്ടലിനി യോഗശാസ്ത്രം എന്താണ്, അതെങ്ങനെയാണ് പരിശീലിക്കേണ്ടത്, അത് പരിശീലിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന അത്ഭുത മഹാശക്തിയാണ്. അത് നമ്മുടെ ജീവകാന്ത ശക്തിയാണ്. എല്ലാ മനുഷ്യരിലും അന്തർലീനമായി കിടക്കുന്ന അത്ഭുത മഹാശക്തി വിശേഷം തന്നെയാണ് കുണ്ടലിനി. എന്നാൽ സാധാരണഗതിയിൽ 99% ആളുകൾക്കും ഈ ഒരു ശക്തിവിശേഷത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വാസ്തവം. കുണ്ടലിനി യോഗത്തിലൂടെ കടന്നുപോയി ഈ ഒരു ശക്തിവിശേഷത്തെ ഉണർത്തിയെടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ശക്തിവിശേഷം തങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പോലും അവരറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കുണ്ടലിനി യോഗശാസ്ത്രം പറയുന്നത് തന്നെ സാധാരണ ആളുകളിൽ അവരുടെ മൂലാധാര ചക്രത്തിൽ, അതായത് അവരുടെ ബേസ് ചക്രത്തിൽ നിദ്രാവസ്ഥയിൽ കുണ്ടലിനി ശക്തി കിടക്കുന്നു എന്നുള്ളതാണ്. നിദ്രാവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തനക്ഷമമല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഈ ഒരു ശക്തിവിശേഷത്തെ ഉണർത്തിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം എല്ലാ മനുഷ്യരിലും ഈ ഒരു ശക്തിവിശേഷം അന്തർലീനമാണ്. അപ്പോൾ ഈ ഒരു ശക്തിവിശേഷത്തെ ഉണർത്തിയെടുക്കാനുള്ള ഏറ്റവും പ്രാപ്തമായിട്ടുള്ള മാർഗമാണ് ഈ കുണ്ടലിനി യോഗശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ കുണ്ടലിനി യോഗശാസ്ത്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവനിൽ അന്തർലീനമായി കിടക്കുന്ന ഈ ഒരു മഹാശക്തി വിശേഷത്തെ ഉണർത്തിയെടുക്കുവാനായിട്ടും അങ്ങനെ അവൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ സാധ്യതകളെയും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അവന് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കുണ്ടലിനി യോഗശാസ്ത്രത്തിൻ്റെ മെച്ചമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുണ്ടലിനി യോഗശാസ്ത്രത്തെ പറ്റി ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കപ്പെടാറുണ്ട്. കുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്യരുത്, അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പലരും പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ അതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കുണ്ടലിനി യോഗം എന്ന് പറയുന്നത് തന്നെ രാജയോഗമാണ്. ഒരു വ്യക്തിയെ അവൻ്റെ പരമമായ ബോധാവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് അവനിലെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്താൻ തക്ക രീതിയിൽ ഒരാളെ പ്രാപ്തമാക്കിയെടുക്കുന്ന, അതായത് ഒരു ഹയർ ലെവലിലേക്ക് ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യുന്ന യോഗശാസ്ത്രമാണ് കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കുണ്ടലിനി യോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് കുണ്ടലിനി യോഗം ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് പഞ്ചകോശങ്ങളിലൂടെയാണ്, അതായത് 5 ലെയേഴ്സിലൂടെയാണ്. പഞ്ചകോശങ്ങളെന്ന് പറഞ്ഞാൽ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നീ 5 ലെയറുകളാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ 5 ലെയറുകളും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സ്വത്വമാണ്. അങ്ങനെ ഈ ഓരോ കോശങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി ഈ ഓരോ കോശങ്ങളെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പരിശോധിച്ച് നമ്മളിൽ ഈ ഓരോ കോശങ്ങളെയും അങ്ങേയറ്റം ആരോഗ്യപ്രദമായിട്ട് തീർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി പഠിച്ച് അങ്ങനെ മാറ്റങ്ങൾ വരുത്തി തീർക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ അന്നമയ കോശം എന്ന് പറഞ്ഞാൽ അന്നത്തിൽ നിന്നുണ്ടായതും അന്നം കൊണ്ട് നിലനിൽക്കുന്നതും അന്നത്തിലേക്ക് തിരോഭവിക്കുന്നതുമായ നമ്മുടെ ഫിസിക്കൽ ബോഡിയെയാണ് നമ്മൾ അന്നമയ കോശം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ സ്ഥൂലാവസ്ഥയിലിരിക്കുന്ന ശരീരത്തെയാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ സ്ഥൂല ശരീരത്തെ മാത്രമാണ്. അപ്പോൾ ഈ സ്ഥൂല ശരീരം ആരോഗ്യകരമായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മറ്റ് ആത്മീയ തലങ്ങളിലേക്കൊക്കെ കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, വിശക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ആത്മീയത പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അയാൾക്ക് വേണ്ടത് ഭക്ഷണമാണ്. അപ്പോൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പം കുണ്ടലിനി യോഗം ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ ഈ സ്ഥൂല ശരീരത്തെ, നമ്മുടെ ഫിസിക്കൽ ബോഡിയെ അങ്ങേയറ്റം ആരോഗ്യപൂർണ്ണമായി നിലനിർത്താനായിട്ടുള്ള പ്രാക്ടീസുകളാണ് ആദ്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ യമനിയമാദികളിലൂടെയും ആസനങ്ങളിലൂടെയും നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയെ, സ്ഥൂല ശരീരത്തെ അങ്ങേയറ്റം ആരോഗ്യകരമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഇപ്പം യമനിയമാദികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അഹിംസ, സത്യം, ആസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്ന് പറയുന്ന 5 യമങ്ങളും, അതുപോലെ തന്നെ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രതിദാനം എന്ന് പറയുന്ന 5 നിയമങ്ങളും പാലിക്കുകയും അതോടൊപ്പം നമ്മൾ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെ അന്നമയ കോശം അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി അങ്ങേയറ്റം ആരോഗ്യകരമായിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ നമ്മുടെ അന്നമയ കോശം അങ്ങേയറ്റം ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോൾ കുണ്ടലിനി യോഗം അടുത്ത ലെയറിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണമയ കോശമാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ജീവനെ തന്നെ നിലനിർത്തുന്ന സൂക്ഷ്മമായിട്ടുള്ള എനർജിയാണ്. നമ്മൾ ഓരോ ശ്വാസത്തിലൂടെയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രാണോർജ്ജത്തെയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാളുടെ പ്രാണമയ കോശം എത്രമാത്രം ശക്തമാണ് അല്ലെങ്കിൽ എത്രമാത്രം പ്രവർത്തനക്ഷമമാണ് എന്ന് പരിശോധിച്ച്
ആ പ്രാണനെ നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്ന നാഡികളെപ്പറ്റി പരിശോധിച്ച് അങ്ങനെ ആ നാഡികളിലുള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റി ആ പ്രാണൻ്റെ വിന്യാസം ശരീരത്തിൽ നല്ല രീതിയിലാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രാണമയ കോശത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രാണായാമങ്ങളിലൂടെയും മറ്റുള്ള ക്രിയകളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ പ്രാണമയ കോശത്തെ വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനെ കൂടുതൽ ശക്തമാക്കി തീർക്കുകയും അങ്ങനെ നമ്മുടെ ആയുസ്സും ആരോഗ്യവും കൂടുതൽ ശക്തമാക്കി തീർക്കുവാനായിട്ട് കുണ്ടലിനി യോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മനോമയ കോശമാണ്. മനോമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ മനസ്സിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ബോധമനസ്സ്, ഉബോധമനസ്സ്, അബോധമനസ്സ് എന്നിങ്ങനെ വേർതിരിച്ച് അതിനെപ്പറ്റി പഠിച്ച് ഈ മനസ്സിൻ്റെ മുകളിൽ എങ്ങനെ ഒരു കൺട്രോൾ നേടിയെടുക്കാം എന്നുള്ളതാണ് മനോമയ കോശത്തിൻ്റെ പഠനത്തിലൂടെ നമ്മൾ സാധ്യമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പലരുടെയും പ്രശ്നങ്ങളാണ് ഇന്ന്, പ്രത്യേകിച്ചും നമ്മുടെ ഈ മോഡേൺ സമൂഹത്തിൽ കണ്ടമാനം ടെൻഷനും സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കൂടിയിട്ട് ഡിപ്രഷനിലേക്കൊക്കെ കടന്നുപോയി അതിനുവേണ്ടി മരുന്നെല്ലാം കഴിച്ച് ജീവിതം തന്നെ തുലച്ചു കളയുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൻ്റെ മേലിൽ, അവരുടെ ചിന്തകളുടെ മേലിൽ അവർക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നമയ കോശവും പ്രാണമയ കോശവും കറക്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ മനോമയ കോശത്തിലേക്ക് കടന്നു ചെന്ന് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ക്രിയകൾ പരിശീലിപ്പിച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിരവധി ധ്യാനങ്ങൾ, നിരവധി ക്രിയകൾ, നിരവധി മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോൾ ആ മാർഗങ്ങളെ, ആ ധ്യാന മാർഗങ്ങളെയൊക്കെ അവലംബിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മനോമയ കോശത്തിൽ വ്യക്തമായ ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സും ശരീരവും ഒരു സന്തുലിതാവസ്ഥയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രാണമയ കോശം അത്യാവശ്യമാണ്, പ്രാണമയ കോശത്തിൻ്റെ ഇടപെടൽ അത്യാവശ്യമാണ്. അപ്പോൾ ഈ 3 ലെയറുകളെയും നമ്മൾ സമന്വയിപ്പിക്കുന്നതോടുകൂടി ഒരു വ്യക്തിയിൽ ആ ഒരു ശാന്തത, ആ ഒരു സന്തോഷം അവരിൽ നിറയുന്നു. അതിലൂടെ അവരുടെ വിജ്ഞാനമയ കോശം കൂടുതൽ പ്രവർത്തനക്ഷമമാകാനായിട്ട് തുടങ്ങുന്നു. നമുക്കറിയാം, വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ വെറും അറിവുകളുടെ ശേഖരണമല്ല. അറിവുകൾ നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെ ബുക്കുകളിൽ നിന്നോ അല്ലെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ അറിവുകൾ എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. അപ്പോൾ ഇവിടെ വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാന തലമാണ്, അതായത് നമ്മുടെ ബോധതലമാണ്, നമ്മുടെ അനുഭവ ജ്ഞാനമാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ജ്ഞാനം നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ബോധത്തെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അന്നമയ കോശവും പ്രാണമയ കോശവും മനോമയ കോശവും സന്തുലിതമായിട്ട് ആരോഗ്യകരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ജ്ഞാനത്തെ ആർജിക്കുവാനായിട്ട് സാധിക്കും. അതുവരെ നമ്മൾ ആർജിക്കുന്നതെല്ലാം വെറും അറിവുകളാണ്. അങ്ങനെ അറിവുകൾ നേടിയെടുക്കുന്നതോടുകൂടി നമുക്ക് സത്യത്തിൽ ജീവിതത്തിലെ അറിവുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിലേക്ക് ഒരിക്കലും നമുക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, എന്താണ് ഈ പ്രകൃതിയുടെ നിയമങ്ങൾ, അല്ലെങ്കിൽ എന്താണ് പ്രാപഞ്ചിക ബോധം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിജ്ഞാനമയ കോശത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിജ്ഞാനമയ കോശത്തിലേക്ക് കൂടുതൽ അനുഭവ സമ്പത്തുകൾ നേടിക്കൊണ്ട് വിജ്ഞാനമയ കോശത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കൂടുതൽ സൂക്ഷ്മമായ കാര്യങ്ങളെ, പ്രപഞ്ചത്തിലെ കൂടുതൽ സൂക്ഷ്മമായ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ടും അങ്ങനെ നമ്മുടെ ബോധം കൂടുതൽ വികാസം പ്രാപിപ്പിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. അങ്ങനെ ബോധത്തിൻ്റെ വികാസം സംഭവിച്ച ഒരാളിൽ മാത്രമേ ശരിക്കും വിജ്ഞാനമയ കോശം പ്രവർത്തിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വിജ്ഞാനമയ കോശം പ്രവർത്തനക്ഷമമായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 ലെയറുകളിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് അതെല്ലാം ഞാൻ, അതിനും ഉള്ളിലുള്ള സൂക്ഷ്മമായ തത്വമാണ് ഞാൻ എന്ന് ഗ്രഹിക്കുകയും അങ്ങനെ ആ ഞാൻ എന്ന് പറയുന്ന ബോധം ഈ പ്രപഞ്ചബോധത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ ഈ ഈശ്വരീയതയുടെ തന്നെ അംശമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന തലമാണ് നമ്മുടെ വിജ്ഞാനമയ കോശം ഉണരുന്ന തലം എന്ന് പറയുന്നത്. അങ്ങനെ വിജ്ഞാനമയ കോശം ഉണർന്ന ഒരാളിലാണ് ആനന്ദമയ കോശം പ്രവർത്തനക്ഷമമാകുന്നത്. നമുക്കറിയാം, സത്യത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്നത് ഈ ആനന്ദമയ കോശത്തെയാണ്. എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്നത്, അല്ലെ എല്ലാ മനുഷ്യരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സുഖവും ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. അപ്പോൾ ഈ സന്തോഷവും സമാധാനവും ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആനന്ദമയ കോശം ഉണരാതെ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എത്ര തീർത്ഥാടനങ്ങൾ പോയാലും, അല്ലെങ്കിൽ എത്ര ദേവാലയങ്ങളിലേക്ക് പോയാലും, അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ നല്ല വീട് മേടിച്ചു, കാറ് മേടിച്ചു, അങ്ങനെ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താലും നമുക്ക് യഥാർത്ഥത്തിൽ ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ധനാഢ്യന്മാരായിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും ധനം സമ്പാദിച്ച് കൂട്ടുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് ആനന്ദം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, സുഖം ഉണ്ടാകണം. പക്ഷേ ഒരിക്കലും അവർക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിലെ ആനന്ദമയ കോശം പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ പരമാനന്ദമാണ്. അതായത് നമ്മുടെ പരമാത്മാവിലേക്ക് നമ്മൾ ലയിച്ചു ചേർന്നുകൊണ്ട് ആ ഒരു പരമാനന്ദത്തെ
നമ്മൾ പ്രാപിക്കുന്ന അവസ്ഥയാണ് ആനന്ദമയ കോശം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സമാധി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ അഷ്ടാംഗയോഗത്തിലെ 8ാമത്തെ പദമാണ് സമാധി എന്ന് പറയുന്നത്. അതായത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നീ 7 പടികൾ കടന്നിട്ടാണ് നമ്മൾ സമാധിയിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുണ്ടലിനി യോഗത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഈ 4 പദങ്ങളെയും കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആനന്ദമയ കോശത്തിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്നത് ആനന്ദമയ കോശത്തെയാണ്, പക്ഷേ എത്തിച്ചേരാത്തതും അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും പ്രാക്തനമായിട്ടുള്ള മാർഗ്ഗമാണ് കുണ്ടലിനി യോഗത്തിൻ്റെ മാർഗ്ഗമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും വളരെ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടന്നുകൊണ്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സമയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിലൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുണ്ടലിനി യോഗത്തിൻ്റെ പ്രാക്ടീസിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശരിയായ രീതിയിലൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ ഒരു ജന്മത്തിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഉള്ളിൽ ഈശ്വരൻ വളരെ മഹത്തായിട്ടുള്ള സാധ്യതകളെയും കഴിവുകളെയും നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനെ ഒന്നും തിരിച്ചറിയാൻ സാധിക്കാതെ നമ്മൾ മറ്റെന്തിനൊക്കെയോ പിന്നാലെ നമ്മൾ പായുകയാണ്. നമ്മൾ ആത്യന്തികമായിട്ട് അന്വേഷിക്കുന്നത് ഈ ആനന്ദത്തിൽ തന്നെയാണ്, എങ്കിലും നമുക്ക് ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ കുണ്ടലിനി യോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഈ രീതിയിൽ ഓരോ ലെയറുകളായിട്ട് എടുത്ത് പരിശോധിച്ച് അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ഒരു വ്യക്തിയെ ആ പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പരമാനന്ദത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുമ്പോൾ അവനിൽ ഈ പ്രപഞ്ചം നിക്ഷേപിച്ചിട്ടുള്ള എല്ലാ സാധ്യതകളെയും തിരിച്ചറിയുവാനായിട്ടും ആ സാധ്യതകളെ അതിൻ്റെ പരിപൂർണമായ സ്ഥിതിയിൽ വിനിയോഗിക്കുവാനായിട്ടും അതിന് ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ലെവലിൽ ആ സാധ്യതകളെ വിനിയോഗിക്കാനായിട്ടും ആ കഴിവുകളെ വിനിയോഗിക്കാനായിട്ടും അങ്ങനെ ജീവിതം അങ്ങേയറ്റം വിജയകരമാക്കി തീർക്കുവാനായിട്ടും ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കുണ്ടലിനി യോഗത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുണ്ടലിനി യോഗത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ കുണ്ടലിനി യോഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 3-4 ബിസിനസ് ഒരേ സമയത്ത് ചെയ്യുകയും ഒരു നിമിഷം പോലും ഇരിക്കാനായിട്ട് സമയമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കുണ്ടലിനി യോഗത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ പരിപൂർണമായും ഒരു ആത്മീയ സാധകനായി മാറുകയും യഥാർത്ഥമായ ആത്മീയത എന്തെന്നും അതുപോലെ തന്നെ യഥാർത്ഥമായിട്ടുള്ള ആനന്ദം എന്തെന്നും യഥാർത്ഥമായിട്ടുള്ള സമാധി എന്തെന്നുമൊക്കെ അനുഭവിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു ആനന്ദത്തെ നിങ്ങൾക്കും പകർന്നു തരിക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ലക്ഷ്യം. നമ്മുടെ കുണ്ടലിനി യോഗത്തിൻ്റെ ക്ലാസ്സുകൾ എല്ലാ മാസവും പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കുണ്ടലിനി യോഗത്തിലേക്ക് കടക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുണ്ടലിനി യോഗത്തെ അറിയുന്ന ഒരു ഗുരുവിൽ നിന്ന് നിങ്ങൾ കുണ്ടലിനി യോഗത്തെ പരിശീലിക്കുക, ദീക്ഷ എടുക്കുക. അങ്ങനെ ദീക്ഷയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുവാനായിട്ട് ഈ ഒരു ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കുണ്ടലിനി യോഗശാസ്ത്രം പരിശീലിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങേയറ്റം ഒരു ഹയർ ലെവലിലേക്ക്, ഒരു ഹയർ ഫീൽഡിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് അങ്ങേയറ്റം സന്തോഷവും സമാധാനവുമുള്ള വ്യക്തികളായി മാറുന്നതിന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.